പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ ബിജെപി നേതാവിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പത്തനാപുരം നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിൽ എത്തി പത്തനാപുരം ടൗണിൽ അവസാനിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്തുമെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞ ബിജെപി വക്താവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. പത്തനാപുരത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിലെത്തി പത്തനാപുരം ടൗണിൽ സമാപിച്ചു. ധർണ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1,10,000 വോട്ട് കിട്ടിയ ബിജെപി സ്ഥാനാർത്ഥി 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 10,000 വോട്ടിന് ജയിച്ചിരിക്കുന്നു. അത് പരിശോധിച്ചപ്പോഴും അവിടെയും കൃത്രിമം നടന്നിരിക്കുന്നു, അവിടെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ യു.പിയിൽ പോലും നരേന്ദ്രമോദി വിജയിച്ച വാരണാസിയിൽ പോലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ബിജെപി എവിടെയൊക്കെ ജയിക്കുന്നുവോ അവിടെ അസംബ്ലിയിലായിരുന്നാലും പാർലമെന്റിലായിരുന്നാലും അത് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ല, മറിച്ച് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ബഹുഭൂരിപക്ഷം ഗുജറാത്തുകാരാണ്. ഗുജറാത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരാണ്. നരേന്ദ്രമോദിയുടെ നമശിവായം ഉദ്യോഗസ്ഥന്മാരാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും ബിജെപി പറയുന്നതനുസരിച്ച് മോഡിയുടെയും അമിത്ഷായുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ രാജ്യം, നമുക്കറിയാം, നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. നമ്മൾ അധികാരത്തിൽ ഇന്ന് പുറത്താണ്, പക്ഷേ നമ്മളൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ മലയിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇതിനോടകം കേരള ജനത അറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയുടെ വളരെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറി ഈ രാജ്യത്തുടനീളം സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ടൊരു സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവായി ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച് നീങ്ങുന്ന മതേതരത്വത്തിൻ്റെ രാജകുമാരൻ, ജനാധിപത്യത്തിൻ്റെ കാവലാളായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി വധിക്കും, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പുലമ്പുന്ന RSS സംഘപരിവാർ സംഘടനകളുടെ കൊലവിളിയാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൂടെ ഇന്ത്യ ജനത കണ്ടത്. ഇതിന് ഒരു പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും കൊലവിളി പ്രസംഗം നടത്തിയിട്ടും പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും BJPയുടെയും RSSന്റെയും ചെരുപ്പ് നക്കികളായി ഓച്ചാനിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഷെയ്ഖ് പരീദ, പള്ളിത്തോപ്പിൽ ഷിബു, ഷെയ്ഖ് നവാസ് ഖാൻ, PA ഷാജഹാൻ, പൊന്നമ്മ ജയൻ, ഷീജ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു രോമത്തിൽ പോലും തൊടാൻ BJPക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് ഉറക്ക സ്വരത്തിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവിനെ കൊണ്ട് തൊടാൻ പോലും BJPക്കോ അല്ലെങ്കിൽ RSSനോ കഴിയില്ല. സംരക്ഷിക്കണം പിണറായി, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഓമന നേതാവാണ്.
രാജ്യത്തിന്റെ പ്രതീക്ഷയുള്ളൊരു പ്രതിപക്ഷത്തിൻ നേതാവാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.